നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കോണം മാതിരി ഒരു സാധനം കൊടുത്തുകൊണ്ട് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? അഭിപ്രായം കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. പറിച്ചെടുക്കും ഞാൻ നിന്റെ പിഴച്ച നാക്ക്, പരട്ട മുതുക്കി. എന്തൊക്കെയാണ് ഈ സ്ത്രീ വിളിച്ചു പറയുന്നത്? നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? എല്ലാ പരിധികളും ലംഘിക്കുന്ന രീതിയിലായിരുന്നു ഷെഫീന ബീവി ദയാ സുജിത്തിനെതിരെ നടത്തിയ തെരുവിളി എന്ന് പറയാതെ വയ്യ. നീ ആരാണ് ഇവരാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷ ജന്തുക്കളാണ്, വേഷ ജന്മങ്ങളാണ്. എന്താണ് ഈ വിളിച്ചു പറയുന്നത്? നാട്ടിൽ കണ്ട ജന്മന്മാരെല്ലാം പെണ്ണുങ്ങൾ കയറി പിടിക്കുന്നത് ദയാസുജിത്തിനെ പോലുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല. പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. പറഞ്ഞത് എങ്ങോട്ട് കേറി കേറി പോകുന്നേ? എന്തുവാ ഇതൊക്കെ മാസാണെന്നാണ് ഷെഫീനന്റെ വിചാരം? ഉള്ളത് പറയാലോ, ഇതൊക്കെ കണ്ട് ഫ്രസ്ട്രേഷൻ ആണ് തോന്നുന്നത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിരിപ്പുണ്ട്, കുറേ ആൾക്കാർ, അവരാണ് ഇത് ഇടുന്നത്. എനിക്ക് അവരോടൊന്നും പറയാനില്ല. അത് അവരുടെ ജീവിതോപാധി, വല്ലവന്റെ ലൈഫ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. അത് അവരുടെ അസുഖമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അയ്യോ, അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഒരു സഹതാപം നമുക്ക് അവരോട് തോന്നുള്ളൂ. എനിക്ക് സഹതാപേ ഉള്ളൂ അവരുടെ അടുത്ത്. കിട്ടിയല്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. നീ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. നിന്റെ ഭാവിക്ക് വേണ്ടിയാ. പോയേച്ചും വരാം.